പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് ബസ്സിൽ വച്ച ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ ഷിംജിതയെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് കുന്നമംഗലം കോടതി 14 ദിവസത്തേക്കാണ് ഷിംജിതയെ റിമാൻഡ് ചെയ്തത്. ഒളിവിൽ കഴിയുന്നതിനിടെ വടകരയിൽ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി റിയാസ് KMR-ഉം MS ബനീഷും ചേരുന്നുണ്ട്. ആദ്യം റിയാസ് KMR-ലേക്കാണ്. റിയാസ്, എന്തായാലും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവർ ജയിലിലാണ് കഴിയുന്നത്. എന്തായാലും 14 ദിവസം ഈ പ്രതിയായ ഷിംജിതയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. വടകരയിൽ നിന്നാണ് ഈ പ്രതിയെ പിടികൂടിയത്. എങ്ങനെയാണ് ഈ യുവതി ഇപ്പോൾ, അല്ലെങ്കിൽ ഈ പ്രതി ഇപ്പോൾ ജാമ്യാപേക്ഷയെല്ലാം നടത്തിയിട്ടുണ്ടോ? ഈ ഷിംജിതയെ പിന്നീട് മഞ്ചേരി കോടതിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. മഞ്ചേരി കോടതിയിലാണ് പാർപ്പിക്കുന്നത്. ഇവരെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് വടകരയിലുള്ള ബന്ധുവീട്ടിൽ വെച്ച് പോലീസ് പിടികൂടുന്നത്. അവിടെ നിന്നും നേരെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. അതിനു പിന്നാലെ തന്നെ ഈ വഴിയിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കാരണം കോഴിക്കോട് മെഡിക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളിൽ നിന്ന് വലിയൊരു പ്രതിഷേധം, ജനരോഷം പ്രതിക്കെതിരെ ഉണ്ടാകുമെന്ന സാഹചര്യം കണക്കിലെടുത്ത്, ഒപ്പം തന്നെ പ്രതിയുടെ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ സംഭവിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനായി നേരെ പ്രതിയെ കുന്നമംഗലം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുവരികയായിരുന്നു. അവിടെ നിന്ന് കോടതി ആണ് ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കൃത്യം 4 ദിവസം മുൻപാണ് ഇതിന്റെ എല്ലാം സംഭവങ്ങളുടെ ഒരു തുടക്കമുണ്ടാകുന്നത്. അന്ന് ആ വെള്ളിയാഴ്ച ദിവസം സംഭവിച്ചത് ഈ പയ്യന്നൂരിൽ, കണ്ണൂർ പയ്യന്നൂരിൽ ഉള്ള യാത്രയിൽ ഒരു സ്വകാര്യ ബസ്സിൽ വെച്ച് ഈ ഷിംജിത മുസ്തഫ യോട് അപമര്യാദയിൽ പെരുമാറി ലൈംഗിക അതിക്രമം കാണിച്ചു എന്ന രീതിയിൽ ദീപക് എന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ ഈ ഷിംജിത മുസ്തഫ പകർത്തിയിരുന്നു. പിന്നാലെ ആ ദൃശ്യങ്ങൾ അവർ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൽ അപകീർത്തി ഉണ്ടായതിനെ തുടർന്ന് ദീപക് ഈ ഞായറാഴ്ച ജീവനൊടുക്കുകയായിരുന്നു. ആ ജീവനൊടുക്കിയതിന് പിന്നാലെയാണ് ഈ ഷിംജിത മുസ്തഫയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ ഷിംജിതയ്ക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കുകയും ചെയ്തു. കേസെടുത്തതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ഷിംജിത മുസ്തഫ ഒളിവിൽ പോയി. അങ്ങനെ ഒളിവിൽ പോയ ഷിംജിത മംഗളൂരുവിൽ വരെ എത്തിയെന്നൊരു നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയിരുന്നെങ്കിലും അവർ ഈ ബന്ധു വീട്ടിലാണ് ഉണ്ടായിരുന്നത് എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പിന്നീട് അവിടെ എത്തുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. പിന്നീട് അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ശരി റിയാസ്, വ്യക്തമാണ്. എന്തായാലും ഇനി അടുത്തത് MS ബനീഷിലേക്കാണ്. സംഭവം നടന്ന 6ാം ദിവസമാണ് ഷിംജിത ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ആ ദീപകിന്റെ, ആ യുവാവിന്റെ കുടുംബത്തെ സംബന്ധിച്ചോളം ഒരു താൽക്കാലിക ആശ്വാസമാണ് ഇപ്പോൾ ഈ റിമാൻഡിൽ നിന്ന് ലഭിക്കുന്നത്, അല്ലേ MS? റിയാസ് KMR, അതേപോലെ തന്നെ രേണുക, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷിംജിത റിമാൻഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ, നാളെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന കോടതിയെ സംബന്ധിച്ചിട്ട് ഈ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നത് അത് പ്രഥമ ദൃഷ്ട്യാ ഈ കേസിൻ്റെ ഗൗരവം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ആ ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിലും ഈ പറയുന്ന 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെടാൻ പാകത്തിൽ ഗൗരവം ഉള്ള ഒന്നാണോ അത് എന്നുള്ള കാര്യം ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിലെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നതിനേക്കാൾ ഉപരിയായിട്ട് മൊബൈൽ ഫോണുകളിലെ ക്യാമറകൾ ഓണാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിൽ നടത്തുന്ന വ്യക്തികൾ നടത്തുന്ന പ്രവർത്തനം, അത് മാധ്യമപ്രവർത്തനത്തിൻ്റെ പരിധിയിൽ തന്നെ വരുന്ന ഒന്നാണ്. വാസ്തവത്തിൽ അത്തരത്തിലുള്ള ഒരു രംഗം ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ആ ചിത്രീകരിക്കപ്പെട്ട ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നതിന് മുൻപ് ടെലിവിഷൻ ചാനലുകളിലോ വാർത്താ ചാനലുകളിലോ ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വസ്തുത അന്വേഷിച്ച് അതിൻ്റെ സാധുത പരിശോധിച്ച ശേഷം മാത്രം സംപ്രേഷണം ചെയ്യുക എന്ന് പറയുന്ന ഒന്നാണ് സാധാരണക്കാർ ചെയ്യുന്ന റീലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാധ്യമപ്രവർത്തനത്തെ മാറ്റി നിർത്തുന്നത്.
അതിൻ്റെ ഗൗരവത്തോടു കൂടി അതിൻ്റെ വസ്തുതാപരമായ അന്വേഷണത്തിൻ്റെ പല തലങ്ങൾ കടന്നിട്ടാണ് ഇത്തരമൊരു കാര്യം സംപ്രേഷണം ചെയ്യുന്നത്. അതിന് തുല്യമായ രീതിയിൽ മികച്ച ഗുണനിലവാരമുള്ള ക്യാമറകളുമായി, മൊബൈൽ ക്യാമറകളുമായി ഇറങ്ങുന്ന സാധാരണ ജനം മറ്റ് ലക്ഷ്യങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ഇത്തരത്തിലുള്ള വസ്തുതാപരമായിട്ടുള്ള അന്വേഷണങ്ങളൊന്നും നടത്താതെ തന്നെ സംപ്രേഷണത്തിന് തുല്യമായ, സാധാരണ ടെലിവിഷൻ ചാനലുകൾക്ക് ലൈസൻസ് നൽകിക്കൊണ്ട് വാർത്താ ചാനലുകൾക്ക് നൽകുന്ന അവകാശങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കെ തത്തുല്യമായ രീതിയിൽ അത്തരത്തിലുള്ള ലൈസൻസുകളുടെ പരിധികളൊന്നുമില്ലാതെ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് പൊതുസമൂഹത്തിലെ സ്വകാര്യവും അതേ സമയത്ത് തന്നെ പബ്ലിക്കായിട്ടുള്ളതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ട് അത് ഒരു തരത്തിലുള്ള എഡിറ്റിങ്ങിനും വിധേയമാക്കാതെ, അല്ലെങ്കിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന അജണ്ടകൾക്ക് അനുകൂലമായ രീതിയിൽ എഡിറ്റ് ചെയ്തതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ മാധ്യമപ്രവർത്തകരുടെ ടെലിവിഷൻ ചാനലുകളിലൂടെ വരുന്ന പല തരത്തിലുള്ള അരിപ്പകൾ കടന്നു വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരെ ചെയ്യുന്നു. ഇത് അനുവദനീയമാണോ? ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആശാസ്യമാണോ? അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇനിയുള്ള കാലഘട്ടങ്ങളിലും ഉണ്ടാക്കില്ലേ? അത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിലാവട്ടെ, പുരുഷന്മാർക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിലാവട്ടെ, ട്രാൻസ്ജെൻഡറുകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിലാവട്ടെ, ശിശുക്കൾക്ക്, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിലാവട്ടെ, ഏത് കാര്യത്തിലായാലും ഇത്തരത്തിലുള്ള പ്രവണതകളെ വെച്ച് പൊറുപ്പിക്കുന്നത് ഉചിതമാണോ എന്നുള്ള വലിയ സന്ദേഹം കോടതി ഉയർത്തിയിട്ടുണ്ടാവണം. ആ രീതിയിൽ ആയിരിക്കണം ഈ കേസിനെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന്. ഇതിൽ വസ്തുതാപരമായിട്ട് നിയമത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരേണ്ടത്. പക്ഷെ ഒപ്പം തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് പരാമർശമായിട്ടും ഒക്കെ വരാൻ സാധ്യതയുള്ള നിരവധി ചോദ്യങ്ങൾ ഇതിൻ്റെ ഒരു വശത്ത് ഉയർന്നു നിൽക്കുന്നുണ്ട്, അല്ലേ റിയാസ് കെ മാർ? ഇനിയിപ്പോൾ ഈ കേസിന്റെ ഒരു എന്തായാലും ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അത് ഇനിയിപ്പോൾ ജാമ്യാപേക്ഷയായി സ്വാഭാവികമായും ഷിംജിത മുസ്തഫയുടെ അഭിഭാഷകൻ കോടതിയിൽ വീണ്ടും അത് നൽകും. നിലവിൽ അവർ റിമാൻഡിലാണ്. അപ്പോൾ അത് നൽകുന്ന സമയത്ത് അവരുടേതായ ഒരു പ്രതിരോധം ഒക്കെ ഉയരും. അവരുടേതായ ഭാഗത്ത് നിന്ന് ചില പ്രതിരോധങ്ങൾ ഉയരും. അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ പരിശോധിക്കണമെന്നൊരു ആവശ്യം ഉയരും. നിലവിൽ പോലീസിനെ സംബന്ധിച്ച് ഈ ഷിംജിത മുസ്തഫയെ ചിത്രീകരിച്ച ദൃശ്യത്തിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് ഇവരുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കണ്ടെത്തേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലീസ് അടുത്ത ദിവസം തന്നെ ഷിംജിത മുസ്തഫയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷ നൽകാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടുമെന്നുള്ള സൂചനകളൊന്നും തന്നെ നമ്മളോട് ഉൾപ്പെടെ നൽകിയിട്ടില്ല. എങ്കിൽ കൂടി ഒരു പൊതുവായി നടക്കുന്ന ഒരു നിയമ നടപടിക്രമം എന്ന രീതിയിൽ ഇനിയിപ്പോൾ ഷിംജിത മുസ്തഫയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു ടാസ്കാണ്. ആ ഒരു ടാസ്ക് പൂർത്തീകരിക്കണമെങ്കിൽ തീർച്ചയായും ഇവരെ കസ്റ്റഡിയിൽ കിട്ടേണ്ടതുണ്ട്. തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ പയ്യന്നൂരിലെ ബസ്സിലും മറ്റുമൊക്കെ ഷിംജിത മുസ്തഫയെ എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അന്വേഷണ സംഘം ഷിംജിത മുസ്തഫയെ കുറച്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ആ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തെളിവെടുപ്പ് നടത്തുകയും ഇവരുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ കണ്ടെത്തിയാൽ മാത്രമാണ് ഈ അന്ന് ഷിംജിത മുസ്തഫ കഴിഞ്ഞ വെള്ളിയാഴ്ച, കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം പയ്യന്നൂരിലെ സ്വകാര്യ ബസ്സിൽ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളുടെ പൂർണ്ണ രൂപം ലഭ്യമാവുകയുള്ളൂ. അങ്ങനെ ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമാണ് ഇവർ പറയുന്നത് പോലെ, ഇവർ ആരോപിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള വ്യക്തത വരികയുള്ളൂ. ഒപ്പം തന്നെ നേരത്തെ MS സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ഇപ്പോൾ ജനങ്ങൾ റീൽസും മറ്റുമൊക്കെ ചിത്രീകരിക്കുമ്പോൾ പലപ്പോഴും വസ്തുതകൾ പരിശോധിക്കാതെ ആ റീൽസുകൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതിന്റെ ഒരു ദുരന്ത ഫലമാണ് ദീപകിന്റെ ഒരു ജീവനൊടുക്കിയ സംഭവം. ഒപ്പം തന്നെ ഷിംജിത മുസ്തഫയ്ക്ക് ഇപ്പോൾ പോലീസിന്റെയും ഒപ്പം തന്നെ ജയിലിലും ഒക്കെ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ജുഡീഷ്യൽ കസ്റ്റഡിയിലും പോലീസിന്റെ കസ്റ്റഡിയിലും കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതൊക്കെ വസ്തുത പരിശോധിക്കാതെ, അല്ലെങ്കിൽ ആ വസ്തുത തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവ് കൈവശമില്ലാതെ സോഷ്യൽ മീഡിയയിൽ തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഉപയോഗിച്ചു എന്നതിന്റെ പരിണിത ഫലമാണ്. ഇതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ, അല്ലെങ്കിൽ നിലവിൽ പോലീസ് കണ്ടെത്തിയ നിഗമനം പോലെ എന്തെങ്കിലും അജണ്ട ഉണ്ടാകാം എന്നൊരു സംശയം പോലീസിനുണ്ട്. കാരണം കൂടുതൽ സോഷ്യൽ മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ റീച്ച് നേടിയെടുക്കുക, ആ റീച്ച് നേടിയെടുക്കുന്നത് മൂലമുള്ള ഒരു പ്രശസ്തി അവർ ആഗ്രഹിച്ചിരുന്നത് കൊണ്ടാണോ ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത ഇനിയും കൈവരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ഈ ഷിംജിതയുടെ അഭിഭാഷകരും ഒപ്പം തന്നെ ഈ ദീപകിന്റെ അഭിഭാഷകരും ഒപ്പം ഇതിന്റെ ഭാഗമായിട്ടുള്ള
പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ള APP അടക്കമുള്ള ആളുകളും സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ടുള്ള ആളുകളും ഒക്കെ കോടതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഉന്നയിക്കും. അത് ഈ റീൽസ് പോലുള്ള കാര്യങ്ങളിൽ വസ്തുതാവിരുദ്ധമായി പലപ്പോഴും മറ്റുള്ള ആളുകൾക്ക് അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണം അത് തടയാനുള്ള ഒരു ഇടപെടലായി കൂടി ഈ ഒരു കേസ് മാറുമോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ്. റിയാസ് കെമാർ, ഷിംജിത മുസ്തഫ ഈ ഒരു ആരോപണവുമായിട്ട് മുന്നോട്ട് വരികയും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും അതിനുശേഷം ദീപകിൻ്റെ ജീവഹത്യ ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, ഒരു ഭാഗത്ത് ദീപകിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഭൂരിപക്ഷ പ്രതികരണവും വളരെ അപൂർവമായിട്ട് മാത്രം സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഫെമിനിസ്റ്റ് ചിന്താഗതി പുലർത്തുന്നവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഷിംജിതയ്ക്കൊപ്പം നിന്നുകൊണ്ടുള്ള ചില പ്രതികരണങ്ങളും വരികയുണ്ടായി. അതിൽ തീവ്രമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ മാറ്റി നിർത്തിയാൽ വസ്തുതാപരമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇത്തരമൊരു അനുഭവം ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനുഭവത്തെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ പ്രതിസ്ഥാനത്ത് ഉള്ളതായിട്ട് ആ യുവതി കരുതുന്ന വ്യക്തിയുടെ മുഖമോ ആ വ്യക്തിയെ തിരിച്ചറിയാനോ കഴിയാത്ത രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ നൽകുകയും ഒരു താക്കീത് നൽകുകയും ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ള സൂചന നൽകുകയും യഥാർത്ഥ ദൃശ്യങ്ങളുമായിട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു സാധ്യതയാണ് ജനാധിപത്യപരമായിട്ട് ഒരു സമൂഹത്തിൽ നടത്തേണ്ടിയിരുന്നത്. അത് നടത്തുന്നതിന് പകരം കോടതിയെ പോലും സമീപിക്കാതെ, പോലീസിനെ പോലും സമീപിക്കാതെ, ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ ഒരു പരാതി പോലും നൽകാതെ ഇത്തരം ഒരു ദൃശ്യം ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും തിരിച്ചറിയുന്ന രീതിയിൽ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണയ്ക്ക് തത്തുല്യമായിട്ടുള്ള ഒന്നായിട്ട് കരുതപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും റിമാൻഡ് ചെയ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി മുൻകൂർ ജാമ്യ ഹർജി ഏത് നിലയ്ക്കായിരിക്കും അതിലെ ഫലം വരിക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ഒരു വാർത്ത തീവ്രമായിട്ട് അതിനെ പിന്തുടരുന്നവരെ സംബന്ധിച്ചിട്ട് ഈ ഷിംജിത റിമാൻഡ് ചെയ്യപ്പെട്ട് ജയിൽവാസം എന്നുള്ളതിലേക്ക് വരുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു, ഒരു സംശയവുമില്ല. ഓവർ ടു സ്റ്റുഡിയോ. കോഴിക്കോട് ബസ്സിൽ വച്ച ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ ഷിംജിതയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. കോഴിക്കോട് കുന്നമംഗലം കോടതി 14 ദിവസത്തേക്കാണ് ഷിംജിതയെ റിമാൻഡ് ചെയ്തത്. ഒളിവിൽ കഴിയുന്നതിനിടെ വടകരയിൽ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത് റിയാസ് കെമാറും MS ബനീഷുമാണ്. അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന്